ഇപ്പോൾ മാർക്കറ്റിൽ നിന്നും ലഭിക്കുന്ന അധികവും രാസവള പ്രയോഗത്താൽ വിഷമയമായ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും മായം കലർന്ന ഭക്ഷ്യവസ്തുക്കളും മനുഷ്യരിൽ രോഗങ്ങൾ വരുത്തുമ്പോൾ തൻ്റെ വീടിൻ്റെ മട്ടുപ്പാവിൽ ജൈവവളങ്ങൾ ഉപയോഗിച്ച് പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും കൃഷി ചെയ്ത് വിളവെടുക്കുകയാണ് ഞാറക്കൽ പള്ളിപ്പറമ്പിൽ ജൂലിയൻ ജോസഫ്. കൂടെ കട്ടയ്ക്ക് ഭാര്യ ആനിയുമുണ്ട്. തെങ്ങിൻ തൈ വരെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. തൻ്റെ 10 വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം തോന്നിയ ആശയമായിരുന്നു അത്. ജൂലിയൻ ജോസഫ് സിറ്റി വോയിസിനോട് വിശേഷങ്ങൾ പങ്കുവച്ചു. ഞാൻ ഗൾഫിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അവിടെ നിന്ന് പോന്ന് അപ്പോൾ മട്ടുപ്പാവിൽ കൃഷി തുടങ്ങണമെന്നുള്ള താല്പര്യം തോന്നിയുകൊണ്ട് പച്ചക്കറിയാണ് ആദ്യം ഇവിടെ നമ്മൾക്ക് ആയിരുന്നത്. ഇപ്പോൾ പച്ചക്കറികളൊപ്പം ഞാനിപ്പോൾ ഫ്രൂട്ട്സും കൂടി തുടങ്ങിയിട്ടുണ്ട്. ചേന, ചേമ്പ്, അച്ചിങ്ങ, വഴുതനങ്ങ, അങ്ങനെ കുറേ പച്ചക്കറി ഉണ്ട്. പിന്നെ ഫ്രൂട്ട്സ് ആയിട്ടാണെങ്കിൽ ആപ്പിള്, ബനാന, മറ്റേ റോബസ്റ്റ് വാഴ, സക്കു, ഡ്രാഗൺ ഫ്രൂട്ട്, നെല്ലി, മലേഷ്യൻ ജാമ്പ, മിറാക്കിൾ ഫ്രൂട്ട്, മാവ് ഒരു 4 ഇനമുണ്ട്. അങ്ങനെ ഒരുപാട് ഇവിടെ മഞ്ഞളുണ്ടായിരുന്നു. ഇപ്പോൾ വിളവ് കൊടുത്ത് കഴിഞ്ഞപ്പോൾ 2 കിലോ മഞ്ഞൾപ്പൊടി എനിക്ക് കിട്ടി. പിന്നെ നമുക്കിപ്പോൾ ഇവിടെയാണ് ഞങ്ങൾക്ക് സാമ്പാർ വെക്കണമെന്നുണ്ടെങ്കിൽ മുകളിൽ കയറുക ഒരു 5 അച്ചിങ്ങ, 2 വഴുതനങ്ങ, ഒരു 4 വെണ്ടക്ക കിടന്ന ഒരു സാമ്പാറുള്ള സംഭവം. അപ്പോൾ നമുക്ക് വിഷമില്ലാത്ത സാധനം ധൈര്യമായിട്ട് കഴിക്കാം. പിന്നെ അതുമെല്ലാം നമുക്ക് നല്ലൊരു ടൈം പാസിങ് കൂടിയാണിത്. പുറത്ത് പോകണ്ട, ഇവിടെ നിന്ന് ഇങ്ങനെ എല്ലാ കാര്യം നടന്നു പോകും. എല്ലാം കൊണ്ടും നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു മട്ടുപ്പാവ് കൃഷിയാണിത്. എല്ലാവർക്കും മനസ്സ് വേണം. എന്നാൽ നമുക്ക് വീട്ടിലേക്കുള്ള വിഷമില്ലാത്ത പച്ചക്കറികൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും.